ത്രിയേക ദൈവത്തിന് സ്തുതി. 2024 മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിലെ 63-ാമത്തെ ഗീതം പ്രത്യാശ പകരുന്ന ദൈവം. ഈ ഗാനത്തിൻ്റെ നൊട്ടേഷൻ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവച്ച് ഈ പാട്ട് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 2025 മാരാമൺ കൺവെൻഷനിലേക്കുള്ള ഗായക സംഘത്തിൻ്റെ ശബ്ദ പരിശോധനയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗാനവും ഇതാണ്. ഈ ഗാനം പഠിക്കുന്നതിനുള്ള ഒരു എപ്പിസോഡായി ഇത് നിർവഹിക്കുന്നു. ഈ ഗാനം കർണാടക സംഗീതത്തിലെ ഹംസധ്വനി എന്ന രാഗത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ശ്രീ സജി ഡേവിഡ് നെല്ലിക്കാല എഴുതി ഈണം പകർന്ന് സുന്ദരമായി പാടാൻ കഴിയുന്ന ഒരു മനോഹരമായ ഗാനം. ഹംസധ്വനി രാഗം ഏറെ ജനകീയമായ ഒരു രാഗമാണ്. വളരെ വേഗം ജനഹൃദയങ്ങളെ കീഴടക്കുവാനുള്ള കഴിവ് ഈ രാഗത്തിനുണ്ട്. അതിനാൽ പൊതുവായി ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തുന്ന എല്ലാ ഗാനങ്ങളും വളരെ പോപ്പുലർ ആകാറുണ്ട്. ക്രൈസ്തവ ഗാനശാഖയിലും ഹംസധ്വനിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യാശ പകരുന്ന ദൈവം എന്ന ഗാനം ജനങ്ങൾ ഏറ്റുപാടിയ ഒരു ഗാനമാണ്. അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെ അത് പാടാൻ കഴിയും എന്നത് ഈ എപ്പിസോഡിൽ കൂടെ പഠിപ്പിക്കുവാൻ ശ്രമിക്കട്ടെ. ഹംസധ്വനി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമം സാ രേ ഗ പ നീ സാ സാ നീ പ ഗ രി സ. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തര ഗാന്ധാരം, പഞ്ചമം, കാകളി നിഷാദം, ഇങ്ങനെ 5 സ്വരങ്ങൾ മാത്രം വരുന്ന രാഗമായതിനാൽ ഇതിനെ ഔഡവ രാഗം എന്നും ഇംഗ്ലീഷിൽ പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഹംസധ്വനി രാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പോസിറ്റീവ് മൂഡ് പ്രദാനം ചെയ്യുന്നു എന്നതാണ്. വളരെ നിരാശയും സങ്കടവും നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഹംസധ്വനി രാഗം പാടിയാൽ അതിന് പെട്ടെന്ന് ആ ആംബിയൻസിനെ മാറ്റിയെടുക്കുവാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പോസിറ്റീവ് എനർജി കൊടുക്കുന്ന സന്തോഷപ്രദമായ സാഹചര്യത്തിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രാഗമാണ്. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണമാണ് പാടിയത്. അതിൻ്റെ സ്വരങ്ങളുടെ ഒരു പ്രോഗ്രഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഗ പ ഗ രി സ രി ഗ ഗ ഗ ഗ പ നീ ഗ പ നീ സ നി സ നി സ നി പ ഗ പ ഗ രി പ ഗ രി നീ പ ഗ പ നീ പ ഗ പ ഗ രി പ ഗ രി സ നി പ നി സ രി ഗ ഗ പ ഗ ഗ പ ഗ ഗ പ നീ പ ഗ പ നീ നീ സ ഗ ഗ പ പ നീ നീ സ സ രി ഗ സ നി പ ഗ പ നീ സ നി പ ഗ പ ഗ രി ഗരി പ ഗരി സ നി രി സ ന ന ആ ആ ആ ന ന ആ. ആ രാഗത്തിൻ്റെ സഞ്ചാരമാണ് ഇപ്പോൾ പാടുവാനായി ശ്രമിച്ചത്.
പ്രത്യാശ പകരുന്ന ദൈവം എന്ന ഗാനത്തിൻ്റെ പല്ലവി എങ്ങനെയാണ് പാടേണ്ടത് എന്ന് നോക്കാം. ഇതിൻ്റെ ശ്രുതി ക്രമീകരിച്ചിരിക്കുന്നത് എ ഷാർപ്പാണ്. എ ഷാർപ്പ് മേജർ സ്കെയിലാണ് ഇതിൻ്റെ ട്രാക്ക് ഒറിജിനൽ സ്കെയിലിൽ ചെയ്തിരിക്കുന്നത്. അതേ ശ്രുതിയിൽ തന്നെയാണ് പാടാനായി ശ്രമിക്കുന്നത്. പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം, സാനി പഗ പഗരി സരി സാനി പ പ്രത്യാശ, സാനി പഗ പഗരി സരി പ്രത്യാശ പകരുന്ന ദൈവം, സാ എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം, എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം, സരിഗ പനി സഗരിനി സാ. ഈ പല്ലവി ആരംഭിക്കുന്നത് സമത്തിലാണ്. എന്നാൽ പാട്ട് തുടരുമ്പോൾ പലയിടങ്ങളിലായി ഓഫ് ബീറ്റിൽ അത് പാടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ടൈമിംഗ് കൃത്യമായി മനസ്സിലാക്കി പാടേണ്ടത് ആവശ്യമാണ്. പല്ലവി തുടങ്ങുമ്പോൾ പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ, തുടക്കത്തിൽ തന്നെ അത് സമത്തിലാണ് ആരംഭിക്കുന്നത്. സാനി പഗ പഗരി സരി സരി ഗ പനി സഗരിനി സാ. പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം, സരിഗ പനി സഗരിനി സാ. അവിടെ സ്വരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ആകാരം പാടേണ്ടത് ആവശ്യമാണ്. സരിഗ പനി സഗരി, എന്നിൽ സാന്ത്വനം ഏകുന്ന, സരിഗ പനി സഗരി എന്നാണ് അവിടുത്തെ സ്വരങ്ങൾ വരുന്നത്, നൊട്ടേഷൻ വരുന്നത്. സാന്ത്വനം ഏകുന്ന ദൈവം. ദൈവം എന്നത് അവിടെ സംഗതിയുണ്ട്. ദൈവം എന്ന് പാടുമ്പോൾ അതിൻ്റെ ഭാവം കൃത്യമായി അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. നീ 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 സ, ഒരു വിബ്രാറ്റോ, അതേസമയം സംഗതി. 4 നീ ഒരുമിക്കുമ്പോഴാണ് ആ പാറ്റേൺ ഫോം ചെയ്യുന്നത്. നീ 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 സ ദൈവം എന്ന് അവിടെ പാടാനായി സാധിക്കും. ചരണത്തിലേക്ക് പോകുമ്പോൾ മനം തകർന്നിടുമ്പോൾ അവിടെ ആരംഭിക്കുന്നത് പഞ്ചമത്തിലാണ്. അവിടെ മനം തകർന്നിടുമ്പോൾ എന്ന ചരണം ആരംഭിക്കുന്നു. മനം തകർന്നിടുമ്പോൾ അവിടെ ഓഫിലാണ് ആരംഭിക്കുന്നത്. എന്നാണ് ആ ചരണത്തിലെ ആദ്യ ഭാഗം എടുക്കേണ്ടത്. പനി പനി മനം തകർന്നിടുമ്പോൾ ചാരത്തണഞ്ഞവൻ, പനി ചാരത്തണഞ്ഞവൻ, പനിനി ചാരത്തണഞ്ഞവൻ. ഗാന്ധാരത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അടുത്ത വരി ആശ്വാസമരുളുന്നു ഗപനി നീ നീ നീ, ആശ്വാസമരുളുന്നു
ഗപനി നീ 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 ആത്മനാഥൻ നിസനിത. അവിടെ ഒരു സ്വരപ്രയോഗത്തിൽ ഇല്ലാത്ത ഒരു ധൈവതം വരുന്നുണ്ട്. ഹംസധ്വനിയുടെ സഞ്ചാരത്തിൽ ഉൾപ്പെടാത്ത ഒരു സ്വരമാണ് ധൈവതം. ആ ധൈവതം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഈ രാഗത്തെ, അതിൻ്റെ സ്വഭാവത്തെ ഹനിക്കുന്നതല്ല. ചെറിയ ഒരു അന്യസ്വര പ്രയോഗം എന്നുള്ള നിലയിൽ അതിനെ കാണാൻ കഴിയുന്നു. ആ പാട്ടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ആ ധൈവതത്തെ ക്രിയേറ്റീവായി അവിടെ ചേർത്തിരിക്കുന്നു എന്നത് മാത്രം. ആശ്വാസമരുളുന്നു ആത്മനാഥൻ ഗപനി നീ 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 നിസനിത സാ നിസനിത സാ ആത്മനാഥൻ. പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ, പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ. അവരെ അല്പം കൂടി ശ്രദ്ധയോടെ പാടേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. ഗഗരി ഗഗരിനി പനിരീരി ഗരി സരിഗ. പെറ്റമ്മയെക്കാളും ഗഗരി ഗഗ സ്നേഹിച്ചിടുന്നെന്നെ. ഗഗരി ഗഗരിനി പനിരീരി ഗരി സരിഗ എന്നതാണ് അവിടുത്തെ സ്വരങ്ങളുടെ പ്രയോഗം. പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ. ആ സ്വരങ്ങളുടെ നൊട്ടേഷനാണ്, ഈ വരിയുടെ നൊട്ടേഷനാണ് ഇപ്പോൾ പാടിയത്. ഗഗരി ഗഗരിനി പനിരീരി ഗരി സരിഗ. ആ സ്നേഹിച്ചിടുന്നെന്നെ ഗരി സരിഗ എന്നതാണ് അവിടുത്തെ പ്രയോഗം. അത് സ്നേഹിച്ചിടുന്നെന്നെ എന്ന് തന്നെ പാടാനായി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ, പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ. പ്രാണനേകി പോറ്റും എൻ്റെ ദൈവം എന്നാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ ആ വരിയുടെ നൊട്ടേഷനും ആ വരിയും ഒരിക്കൽ കൂടി പാടുകയാണ്. ഗഗരി ഗഗരിനി പനിരീരി ഗരി സരിഗ. പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ ഗരി സരിഗ. രണ്ടാമത്തെ ആവർത്തി അത് പാടുമ്പോൾ അല്പം വ്യത്യാസത്തിലാണ് പാടുന്നത്. പെറ്റമ്മയെക്കാളും പെറ്റമ്മയെക്കാളും. അവിടുത്തെ നൊട്ടേഷൻ വരുന്നത് ഗഗരി പഗ ഗഗ എന്നാണ്. പെറ്റമ്മയെക്കാളും. അവിടെ ഒരു ഗാന്ധാരത്തിനോടൊപ്പം പഞ്ചമത്തിന്റെ ഒരു പ്രയോഗം കൂടി വരുന്നുണ്ട്. ഗഗരി പഗ ഗഗ പെറ്റമ്മയെക്കാളും പെറ്റമ്മയെക്കാളും എന്നാണ് അവിടെ പാടേണ്ടത്. പെറ്റമ്മയെക്കാളും രിഗരിനി പനിരീരി സ്നേഹിച്ചിടുന്നെന്നെ. ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഗരി സരിഗ എന്നത് പ്രയോഗം വരുന്നുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം രിഗരിനി പനിരീരി. പ്രാണനേകി പോറ്റും സരിരി സനി പപഗ. പ്രാണനേകി പോറ്റും സരിരി സനി പപഗ. പ്രാണനേകി പോറ്റും സരിരി സനി പപഗ. ഗപനി നിസ എൻ്റെ ദൈവം.
പ്രാണനേകി പോറ്റും സരിഗ സനി പപഗ പ്രാണനേകി പോറ്റും. അവിടെ 2 പ്രാവശ്യം പാടുമ്പോഴും അല്പം വ്യത്യാസത്തിലാണ് പാടുന്നത്. ആദ്യത്തെ പ്രാവശ്യം പാടുമ്പോൾ സരിരി സനി പപഗ പ്രാണനേകി പോറ്റും സരിരി സനി പപഗ പ്രാണനേകി പോറ്റും ഗപനി നിസ എന്റെ ദൈവം എന്റെ ദൈവം. 2ാം ആവർത്തി പാടുമ്പോൾ സരിഗ സനി പപഗ പ്രാണനേകി പോറ്റും പ്രാണനേകി പോറ്റും ഗപനി നിസ എന്റെ ദൈവം പ്രാണനേകി പോറ്റും എന്റെ ദൈവം. പിന്നെ ആ പല്ലവി ആവർത്തിക്കുന്നു, 2ാം ചരണം പാടുന്നു. ആ ക്രമത്തിലാണ് ഈ ഗാനം മുന്നോട്ട് പോകുന്നത്. പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം എന്ന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പാടിയിരിക്കുന്ന വരികളുടെ പിന്നിലുള്ള സ്വരങ്ങൾ, അതിന് ധാതു മാതു എന്ന് വിളിക്കാറുണ്ട്. ധാതു എന്നാൽ അതിൻ്റെ സ്വരങ്ങൾ, മാതു എന്നാൽ അതിൻ്റെ സാഹിത്യം. അപ്പോൾ സ്വരങ്ങളും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് കോർത്തിണക്കുന്ന ഒരു ശ്രമമാണ് ഈ എപ്പിസോഡിൽ കൂടെ നിർവഹിക്കാൻ കഴിഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു. ഇത് തമ്മിലുള്ള സ്വരങ്ങളും സാഹിത്യവും തമ്മിലുള്ള ചേർച്ച, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏത് രാഗത്തിനും ഇങ്ങനെ സ്വരങ്ങൾ കൃത്യമായി നൊട്ടേറ്റ് ചെയ്ത് ആ രാഗത്തെ ഹൃദ്യമായും കൃത്യമായും അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഹംസധ്വനി എന്ന രാഗത്തിലൂടെ ഈ ഗാനം നമുക്ക് പാടുവാൻ കഴിയുന്നത് ആ രാഗത്തെ കുറെ കൂടി അടുത്ത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഭാവത്തിൽ പാടാൻ കഴിയുമ്പോഴാണ്. ഈ ഗാനം നന്നായി പഠിക്കുകയും പാടുകയും പരിശീലിക്കുകയും ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കണം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം ആകുലമാനസനായിടും നേരത്തൻ അരികിലായെത്തുന്നു ദൈവം ആകുലമാനസനായിടും നേരത്തൻ അരികിലായെത്തുന്നു ദൈവം അരികിലായെത്തുന്നു ദൈവം പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം മനം തകർന്നിടുമ്പോൾ ചാരത്തണഞ്ഞവൻ ആശ്വാസമരുളുന്നു ആത്മനാഥൻ മനം തകർന്നിടുമ്പോൾ ചാരത്തണഞ്ഞവൻ ആശ്വാസമരുളുന്നു ആത്മനാഥൻ പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ പെറ്റമ്മയെക്കാളും സ്നേഹിച്ചിടുന്നെന്നെ
പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം. തിരമാലകളേറും ജീവിത നൗകയിൽ അമരത്തുനാഥനായി എൻ്റെ ദൈവം. തിരമാലകളേറും ജീവിത നൗകയിൽ അമരത്തുനാഥനായി എൻ്റെ ദൈവം. വൈരികളെന്നേർക്കു പാഞ്ഞു വന്നീടിലും, വൈരികളെന്നേർക്കു പാഞ്ഞു വന്നീടിലും കോട്ടയായി മേവിടും എൻ്റെ ദൈവം. കോട്ടയായി മേവിടും എൻ്റെ ദൈവം. പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം. പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം. ആകുലമാനസനായിടും നേരത്തൻ അരികിലായെത്തുന്നു ദൈവം. ആകുലമാനസനായിടും നേരത്തൻ അരികിലായെത്തുന്നു ദൈവം. അരികിലായെത്തുന്നു ദൈവം. പ്രത്യാശ പകരുന്ന ദൈവം, എന്നിൽ സാന്ത്വനം ഏകുന്ന ദൈവം.